വിശുദ്ധ ഖുർആനിലെ 2-ാം സൂക്തത്തിലെ 146-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും വഇന്ന ഫരീഖൻ മിൻഹും ലയക്തുമൂനൽ ഹഖ വഹും യഅലമൂൻ. സ്വന്തം മക്കളെ അറിയുന്നത് പോലെ സുവ്യക്തമായി വേദം നൽകപ്പെട്ടവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അറിയാമായിരുന്നു. അവിടുത്തെ ആഗമനത്തെക്കുറിച്ച്, അവിടുത്തെ വിശേഷണങ്ങളെക്കുറിച്ച് സുവ്യക്തമായി സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അറിയാമായിരുന്നു. പക്ഷേ അവരിൽ നിന്നൊരു വിഭാഗം അറിഞ്ഞിട്ടും അതിനെ മറച്ചു വെച്ചതാണ് എന്ന് നമ്മൾ പല എപ്പിസോഡുകളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനങ്ങളെ കാത്തിരുന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പല വിധേനയുള്ള ഘട്ടങ്ങളിലും നബി തങ്ങളുടെ ആഗമനം അറിയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബൂവത്ത് ലഭിച്ച് പ്രഖ്യാപനം നടത്തി പ്രബോധന രംഗത്തേക്ക് വന്നപ്പോഴും മറ്റു പല കാരണങ്ങളെ കൊണ്ട് മാറി നിന്നവർ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിലേക്ക് നിയോഗിച്ചത് ഈ പ്രപഞ്ചത്തിന് തന്നെ അനുഗ്രഹമായിട്ടാണ്. എല്ലാവർക്കും ഉൾക്കൊള്ളാനും തങ്ങളിലേക്ക് ചേർത്ത് വെക്കാനും പറ്റുന്ന അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറവി. അവിടെ നിന്ന് നിയോഗിതരാകുന്നത്. തിയറികളെ സമൂഹത്തിലേക്ക് പറയുക, പ്രാക്ടിക്കലാക്കി കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥയിൽ അതിനെ ലീഡ് ചെയ്യുക എന്നതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം. പരിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ ഇസ്ലാമിൻ്റെ നിയമങ്ങളും വ്യവസ്ഥിതികളും പറയുമ്പോൾ തന്നെ അവകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ് എങ്ങനെയാണത് ജീവിക്കുക എന്ന്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച്. അവിടെ നിന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആനായിരുന്നു അവിടുത്തെ സ്വഭാവമെന്നാണ്. നബി തങ്ങളുടെ ജീവിതം പരിശുദ്ധ ഖുർആനാണ്. ഖുർആനിൽ പറഞ്ഞത് എങ്ങനെയാണ് തങ്ങളുടെ ജീവിതങ്ങളിലൂടെ നടപ്പാക്കേണ്ടത് എന്ന് ജീവിച്ച് കാണിച്ചു തന്ന നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ ഗുണവിശേഷണത്തെക്കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നത് ഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്നാണ്. അള്ളാഹു ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിൻ്റെ മുകളിലാണ് അവിടുന്നുള്ളത് എന്നാണ് പ്രഖ്യാപനം നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത സ്വഭാവ ചുറ്റുപാടുകൾ ഏറ്റവും ഉത്തമമായി മാറണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫോളോ ചെയ്ത് ജീവിച്ചാൽ മതിയെന്ന്. അവിടെ നിന്ന് ജീവിച്ച് കാണിച്ചു തന്ന വഴികളിലൂടെ നമ്മളും പിന്തുടർന്ന് ജീവിച്ചാൽ നമുക്കും ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിൻ്റെ ഉടമയാകാമെന്ന് ആ വായനകളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കടക്കണം. തുടർന്ന് നമുക്ക് പറയാം.